ദൈവമായ കർത്താവ് പറയുന്നു, ശക്തമായ വിശ്വാസത്തോടെ, തീഷ്ണമായ ആഗ്രഹത്തോടെ, വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. നമുക്ക് സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നവരെ നമുക്ക് കാണാം, നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി സാക്ഷ്യം നൽകുന്നു ജുവാൻ. പ്രൈസ് ദ ലോർഡ്. എന്റെ പേര് ജെറിൻ, വീട് എറണാകുളത്താണ്. വൈഫിന്റെ പേര് ലിമി, തൃശ്ശൂർ ഒളരിക്കരയിലാണ്. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം 3 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അതിനു മുമ്പായിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച കുഞ്ഞിനെ 5-ാം മാസത്തിൽ അബോർഷനായി പോയി. അതിനുശേഷം വൈഫിന്റെ അമ്മ സ്ഥിരമായിട്ട് ഇവിടെ ജെറുസലേമിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അമ്മയുടെ നിർദ്ദേശപ്രകാരം കുട്ടികളില്ലാത്ത ദമ്പതികളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളും പങ്കെടുത്തു. ആ മാസം തന്നെ വൈഫ് കൺസീവായി. കഴിഞ്ഞ വർഷം നവംബർ 10-ാം തീയതി ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു. പ്രിയപ്പെട്ടവരെ, കൈകളടിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ദൈവം അനുഗ്രഹമായി തന്നിയ 3 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് ജുവാൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിന് നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. കാലത്തെ ഈ ലോകത്തെ, കാലത്തെ ഈ ലോകത്തെ. സാക്ഷ്യം നൽകുന്നു ആനി. എന്റെ പേര് ആനി. ഞാൻ മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവന് മെനഞ്ചിറ്റീസ് എന്ന പനി തലച്ചോറിൽ വന്നിട്ട് 2 കണ്ണിന്റെയും കാഴ്ച പോയി. പല ട്രീറ്റ്മെന്റ് ഇത് കുറയാതെ ഞാനിവിടെ പട്ടത്തച്ഛനെ വന്ന് കാണുകയും അപ്പസ്തോലിൽ ചേർത്താമെന്ന് നേരുകയും ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു. അതിനുശേഷം അവന്റെ പനി കുറയുകയും 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവന് കാഴ്ച കിട്ടിയത്. 6 മാസം അതിന്റെ മരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് കാഴ്ച കിട്ടിയത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മെനിഞ്ചൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളുടെ അതിന്റെ ശേഷി കുറയുക എന്ന് പറയുന്നത് സ്വാഭാവികമായിരിക്കുന്ന കാര്യമാണ്. അവന്റെ പേരെന്തെന്ന്? ജോയ്ക്ക് കണ്ണിനാണ് കാഴ്ച കുറഞ്ഞു പോയത്. കണ്ണിന് കാഴ്ചയില്ല. 6 മാസക്കാലം കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായും കൺവെൻഷൻ അപ്പസ്തോലൻ ചേരാൻ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി പനി കുറഞ്ഞു. ഇപ്പോൾ ജോണിന് സമ്പൂർണമായിട്ടും കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. ദൈവം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ശരീരവയവങ്ങളുടെ കാഴ്ച തിരിച്ചു നൽകിക്കൊണ്ട് വെളിച്ചമായ കർത്താവ് അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയുക. എല്ലാ കുരുടന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണിന്റെ നാടി ഞരമ്പ് ഒക്കെ തളർന്നു പോയ മക്കൾക്ക് വേണ്ടി കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്താം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, യേശുവേ നന്ദി. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. സാക്ഷ്യം നൽകുന്നു സിന്ധു. എൻ്റെ പേര് സിന്ധു, വീട് ഒല്ലൂര്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. എനിക്ക് 30 വയസ്സായിട്ടുണ്ട്. 24 വയസ്സ് മുതൽ വിവാഹം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഞാനും പപ്പയും അമ്മയും സാധിക്കാവുന്ന വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാനും അമ്മയും താമസിച്ചുള്ള ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ധ്യാനം കൂടി വെള്ളിയാഴ്ച വീട്ടിലേക്ക് വന്നു. പിന്നെ ശനിയാഴ്ചയാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രൊപ്പോസൽ എനിക്ക് വന്നുകയും ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളുള്ള സമയത്ത് പപ്പ പട്ടത്തച്ഛൻ്റെ അടുത്ത് വന്ന് ബുദ്ധിമുട്ടുകളൊക്കെ പറയായിരുന്നു. അച്ഛൻ ശരിയായ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ വൈദികരും, പ്രത്യേകിച്ച് ലൂഷ്യസ് അച്ഛനും ജോർജനും പനക്കലച്ഛനും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച നല്ലൊരു ജീവിത പങ്കാളിയെ ഈശോ തന്ന് അനുഗ്രഹിച്ചു. ആളും കോളേജിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ആഗ്രഹിച്ച നല്ലൊരു ജീവിത പങ്കാളിയെ ഈശോ
ഈശോ തന്ന അനുഗ്രഹം യേശു. ഈ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോടും ഈശോയോടും ജെറൂസലം ധ്യാന കേന്ദ്രത്തിനോടും പ്രത്യേകം നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, സിന്ധുവും കുടുംബവും ഇവിടെ സ്ഥിരമായി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. അടുത്ത് നിൽക്കുന്ന സിന്ധുവിന്റെ അപ്പൻ ഇവിടുത്തെ ശുശ്രൂഷകനാണ്. ഞങ്ങൾ പഴയ കാലത്ത് കോളേജിൽ ഒരുമിച്ച് പഠിച്ച സമയം ഞാൻ ഓർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല വിധത്തിൽ ബന്ധമുള്ള ഈ കുടുംബത്തിന് നല്ല ഒരു ബന്ധുവിനെ, ഒരു നല്ലൊരു ജീവിത പങ്കാളിയെ സിന്ധുവിനെ കാണിച്ചു കൊടുത്തു. ദൈവം അത് സ്വീകരിച്ചു. അങ്ങനെ വലിയ സന്തോഷം ആ കുടുംബത്തിൽ. ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാനായിട്ട്. കാരണം ഈ കുടുംബത്തിനോടുള്ള പ്രത്യേകമായ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ സെബാസ്റ്റ്യനോടുള്ള എന്റെ വാത്സല്യത്തിനൊക്കെ അടയാളമായിട്ടാണ് പോയത് എന്ന് അത് സാക്ഷ്യം നൽകുന്ന കേൾക്കുന്നതിൽ വലിയ സന്തോഷം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ നന്ദി പറയാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. വിവാഹത്തിന് തടസ്സമുള്ള എല്ലാ കുട്ടികളെയും ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പണം ചെയ്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവ കൃപ ഒന്ന് നിറയട്ടെ. മക്കളിലെ യോഗത്തിന് തടസ്സമുള്ള യുവാക്കന്മാരെ, യുവതികളെ കർത്താവിനെ സമർപ്പിക്കുന്നു. അനുയോജ്യരായിരിക്കുന്ന ജീവിത പങ്കാളികൾ തിരഞ്ഞെടുത്ത് നല്ല ജീവിതാവസ്ഥയിൽ പ്രവേശിക്കാൻ വരവും കൃപയും നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. സ്തോത്രം കർത്താവേ, മഹത്വം. കൈകളടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയുന്നു. സാക്ഷ്യം നൽകുന്നു മീനു ഫിലോമിന. എന്റെ പേര് ആൻസി, സ്ഥലം ചേരൻകുഴി. 3.5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഗർഭിണിയായെങ്കിലും അബോർഷനായി പോയി. ഇവിടെ വന്ന് 2014 ജെറുസലേം കൺവെൻഷനിൽ പങ്കെടുത്തു. ജെറുസലേം അപ്പോസ്തലൻ ചേർന്നു. അതിനുശേഷം ദൈവം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വീണ്ടും നമുക്ക് കേൾക്കുകയാണ്. 3.5 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് 3.5 വർഷത്തെ കാത്തിരിപ്പ്, അത് വലിയൊരു സഹനമാണ്. ആ സഹനങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക മാത്രമല്ല, കൺവെൻഷൻ അപ്പസ്തോലനായി തീരുവാൻ തീരുമാനമെടുക്കുന്നു. അതിൽ പങ്കാളികളായിത്തീരുന്നു. കൺവെൻഷൻ അപ്പസ്തോലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹായം കൊണ്ടും ഒക്കെ സഹായിക്കുന്ന ഒരു സമൂഹമാണിത്. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വിശദമായ വിവരങ്ങൾ കിട്ടും. ഇന്നിതാ നല്ല ഒരു പൊന്നു മോളെ കർത്താവ് നൽകിയതിന്റെ സ്നേഹ സന്തോഷമായിട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഉദരഫലം കർത്താവിന്റെ അനുഗ്രഹമാണ്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച ദൈവത്തെ മകത്തും. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കാലത്തിൽ ഈ ലോകത്തിൽ, കാലത്തിൽ ഈ ലോകത്തിൽ. സാക്ഷ്യം നൽകുന്നു മിലി. എന്റെ പേര് മിലി. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. ഞാൻ BSc നഴ്സിംഗ് പാസ്സായ നഴ്സാണ്. 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. കുറെ നാളുകളായിട്ട് പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യാണ്. എക്സാം ചിലപ്പോൾ പാസ്സാവും, പാസ്സായി തന്നെ പോവാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവസാനം DHA എക്സാം എഴുതാൻ തീരുമാനമെടുത്തത്. DHA ഫസ്റ്റ് എക്സാമിൽ ഞാൻ ഫെയിലായി. ഇനി ഞാൻ ഒരു എക്സാം പോലും എഴുതില്ല എന്നുള്ള ഒരു തീരുമാനം പോലും എടുത്തു. അപ്പോഴാണ് എന്റെ കസിൻ പറഞ്ഞത്, ഇവിടെ യൂത്തിന്റെ ഒരു വൺ ഡേ പ്രോഗ്രാം നടക്കുന്നുണ്ട്, നീ അതിൽ പോയി പങ്കെടുക്കണമെന്ന്. ഞാൻ യൂത്തിന്റെ 1 ഡേ പ്രോഗ്രാമിൽ പങ്കെടുത്തു. പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ പട്ടത്തച്ഛ ഇവിടെ അനൗൺസ് ചെയ്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കാനുണ്ടെങ്കിൽ നിങ്ങൾ 2 വെള്ളിയാഴ്ച അടുപ്പിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന്. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ അടുപ്പിച്ച് 3 വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആ സമയത്ത് കോടിയാർച്ചന നടക്കുമായിരുന്നു. ഞാനും അമ്മയും അനീത്തിയും കൂടി 21,000 നന്മ നിറഞ്ഞ പറയാം ഇവിടെ ചൊല്ലി സമർപ്പിച്ച് സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ 8 മണിക്ക് തന്നെ പോയി എക്സാം എഴുതി. പിറ്റേ ദിവസം രാവിലെ എന്റെ റിസൾട്ട് വരികയും ഞാൻ DHA പാസ്സാവുകയും ചെയ്തു.
ലൈഫിലാകെ 3 അറ്റംപ്റ്റുള്ള എക്സാമിൽ 2ാമത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ഇതിനെ എന്നെ സഹായിച്ചത് ജെറുസലേം നാഥനും മാതാവും വിശുദ്ധ അന്തോണീസ് പുണ്യാളനുമാണ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രിയപ്പെട്ടവരെ, പറയുന്നത് വിശ്വസിക്കുക, ആ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുക. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ സംബന്ധിച്ചവരോട് 2 വെള്ളിയാഴ്ച ഒന്ന് സംബന്ധിച്ചു പോകാൻ പലപ്പോഴും കർത്താവിന്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അത് പലരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ മിലി അതൊരു ജീവിത സത്യമായി തരുന്ന 2 അച്ഛൻ പറഞ്ഞാൽ 3 പോയിക്കൊള്ളാം. 3ാമത്തെ ആഴ്ച വരുമ്പോഴേക്കും അത്ഭുതകരമായ വിധത്തിൽ പരീക്ഷയിൽ വിജയം വരിച്ചതിന്റെ ജീവിത സാക്ഷ്യമാണ് കേൾക്കുന്നത്. വിശ്വസിക്കുക, വിശ്വാസം ഏറ്റുപറയുക, അവിടെ അത്ഭുതങ്ങൾ നടക്കും. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു സെബാസ്റ്റ്യൻ. ഞാൻ പാവറട്ടി കാക്കശ്ശേരിയിൽ നിന്ന് വരുന്നു. 2013 ജനുവരിയിൽ എനിക്ക് തൈറോയിഡിന്റെ അസുഖം മൂലം ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഓപ്പറേഷൻ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്തു. ബയോപ്സി റിപ്പോർട്ടിൽ എനിക്ക് ക്യാൻസറസിന്റെ അംശമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോകാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് പട്ടത്തച്ഛന്റെ അടുത്തേക്ക് വന്നു. പട്ടത്തച്ഛൻ എന്നെ നെറ്റിയിൽ ശിരസിൽ കൈവച്ച് ശക്തമായി പ്രാർത്ഥിച്ചു, കോയമ്പത്തൂരിൽ നിന്ന് ഒരു സാക്ഷ്യം ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു, യേശുവെ എന്നിലും എന്റെ രോഗപീഠയിലും എഴുന്നള്ളി വരട്ടെ എന്ന് 33 പ്രാവശ്യം പലതവണ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ആ ധൈര്യത്തിൽ, ആ വിശ്വാസത്തിൽ ഞാൻ കോയമ്പത്തൂർ പോയി അവർ പറയുന്ന ട്രീറ്റ്മെന്റ് നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച, മാസാദി വെള്ളിയാഴ്ച സ്കാൻ റിപ്പോർട്ടിലെ പൂർണ്ണമായും എന്റെ ക്യാൻസറസ് എടുത്തു പോയിരിക്കുന്നു. അതിനോടൊപ്പം ബ്ലഡിലെ തൈറോഗ്ലോബുലിൻ റിസൾട്ട് നോർമൽ 1/74 ആണ്. അത് എന്റെ 0.278 ആയിട്ട് കുറയും ചെയ്തു. ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി. ദൈവമേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തൈറോയിഡിന്റെയോ ക്യാൻസറിന്റെ സെല്ലുകൾ, രോഗസെല്ലുകളില്ല എന്നുള്ള വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ചിലരുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കുന്നു, ചിലർ പറയുന്ന അപ്പാടെയോട് വിശ്വസിക്കുകയാണ്, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, സെബാസ്റ്റ്യൻ സമയത്ത് ഹൃദയം പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച സമയമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. കർത്താവ് സ്പർശിക്കുമ്പോൾ ദൈവത്തിന്റെ സ്പർശം വരും. അറിയാതെ എന്റെ കർത്താവ്, എന്റെ ദൈവമേ എന്ന് ഹൃദയം അറിയാതെ ഏറ്റുപറഞ്ഞതാണ്. ക്യാൻസറസിന്റെയോ തൈറോയിഡിന്റെയോ രോഗാണുക്കൾ നിശേഷം നിർവീര്യമായതിന്റെ സർട്ടിഫിക്കറ്റാണ് ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവിനോട് കൈയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ക്യാൻസർ രോഗികളായി നിൽക്കുന്നവരെ ഈ സമൂഹത്തിനുള്ളവരൊന്ന് എഴുന്നേറ്റ് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവര്, അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് അടിമകളായിട്ട് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റ് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ്. 1, 2, 3, 4, 5, 6 ഒരു എഴുന്നേറ്റ് നിൽക്കണം. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി. ഇരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇത് സെബാസ്റ്റ്യൻ ഇവിടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സെബാസ്റ്റ്യൻ കരങ്ങൾ ഉയർത്തി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കുന്നു. കർത്താവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗപീഠകളായി ഇപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്ന കർത്താവേ, 30-ലേറെ മക്കളാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ രോഗപീഠകളിൽ വിടുതൽ നൽകാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ശുദ്ധീകരണ ആത്മാക്കളെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാണുക്കൾ, രോഗപീഠകൾ, ക്യാൻസറസിന്റെ സെല്ലുകൾ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കളിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കീമോക്ക് പ്രത്യേകമായി ഡേറ്റ് ഫിക്സ് ചെയ്ത ആൾക്കാരൊന്ന് എഴുന്നേറ്റ് ഇപ്പൊ എഴുന്നേറ്റ് കീമോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളവര് കീമോ ചെയ്യാനായിട്ട് 1, 2, 3, 4, 5 പേര് കീമോ ചെയ്യാനായിട്ട്. അതിൽ ഒരാളെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം.
ഈ പ്രാർത്ഥന സെബാസ്റ്റ്യൻ കൊടുത്ത പ്രാർത്ഥന തരികയാണ്. ദിവ്യവൈദ്യനും ഔഷധമായ യേശുവെ, എന്റെ രോഗപീഠകൾ വന്ന് നിറയണമേ. പ്രത്യേകിച്ച് ഇന്ന് കാഴ്ചവെപ്പിന്റെ സമയം, ഭൂതാശവചന സമയത്ത്, ദിവ്യകാരുണ്യ സ്വീകരണ സമയം, മാതാനസന്റെ പ്രാർത്ഥന സംബന്ധിക്കുക. ദിവ്യവൈദ്യനും ഔഷധമായ യേശുവെ, എന്നിലും എന്റെ രോഗപീഠയിലും വന്ന് നിറയും. ഈ പ്രാർത്ഥന കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞവർ ചെല്ലാൻ അതിൽ ഒരാളെ പൂർണ്ണമായിട്ട് കർത്താവ് സുഖപ്പെടുത്തിയതായിട്ടാണ് കർത്താവിനോട് സംസാരിക്കുന്നത്. വർദ്ധികർമ്മയെത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സാക്ഷി നൽകുന്നു ബിന്ദു. എൻ്റെ പേര് വിനോദ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കോലഴിയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഇത് 3ാമത്തെ കുട്ടിയാണ്. 2 ആൺകുട്ടി, ഇത് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ 2 പ്രസവവും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതായത് ഡോക്ടർമാർ വരെ പറഞ്ഞു പ്രസവിക്കാൻ പാടില്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുമെന്ന്. അപ്പൊ ഈ ഇതുപോലെ ഗർഭിണിയായപ്പോൾ 3 മാസം കഴിഞ്ഞാണ് ഗർഭിണിയായതെന്ന് അറിയുന്നത് തന്നെ. അപ്പൊ ഈ ഗർഭിണിയായപ്പോൾ പനി വന്നപ്പോൾ ഞങ്ങൾ ആദ്യം കാണിച്ച ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങളെ ചീത്ത പറയുകയായിരുന്നു ചെയ്തത്. നിങ്ങളോട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ പ്രസവിക്കാൻ പാടില്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി മരണത്തിലേക്ക് പോകുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ 3 മാസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് തന്നെ. ഇനിയിപ്പോ ദൈവം തന്നതല്ലേ, ദൈവത്തിന് സാധിക്കാത്ത ഒന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കാന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ അന്ന് തന്നെ അവിടുന്ന് വേറെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോ ഇങ്ങനെ ഡോക്ടറെ മാറി കണ്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ജെറുസലേമിലേക്ക് പോവാം, ഇവിടെ വന്ന് 7 വെള്ളിയാഴ്ച കൂടാന്ന് പറഞ്ഞിട്ട് 7 വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പം 4ാമത്തെ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ ഇതുപോലെ പനി കൂടുകയും അണുബാധ പോലെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അവിടെ ഒരു 5-8 ദിവസം ഇങ്ങനെ അഡ്മിറ്റായിട്ട് കടന്നു. ഡോക്ടർമാർ ഇതുപോലെ തൈറോയിഡിന്റെ ഓരോ ഇതെല്ലാം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാകെ. അപ്പൊ ഞാനപ്പോഴെല്ലാം ജെറുസലേമിനാഥനെ വിളിച്ചു, ദൈവമേ ഞങ്ങള് നിന്നെയാണ് വിളിക്കുന്നത്, നിനക്ക് സാധിക്കാത്തതൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ദൈവത്തെ വിളിച്ച് ശക്തിയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അവിടുന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഭാര്യയ്ക്ക് ഭയങ്കര ഭയം, ഞാൻ മരിച്ചു പോകുമ്പോ. അപ്പൊ വീട്ടിലാണെങ്കിൽ എന്നോട് വളരെ ഭയങ്കര ദേഷ്യത്തിൽ, നിങ്ങൾക്കൊന്നും അറിയണ്ട, ഞാൻ മരിച്ചു പോകും, നിങ്ങൾക്ക് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായില്ലേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാര് പറഞ്ഞ ടൈമില് ചൊവ്വാഴ്ച അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് ചൊവ്വാഴ്ച അഡ്മിറ്റ് ആകാണ്ട് ഇങ്ങനെ നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പണി ചെയ്യാം, നമുക്ക് ജെറുസലേമിൽ ഒന്ന് പോവാം, വെള്ളിയാഴ്ച പോവാം. അങ്ങനെ ഞാൻ ജെറുസലേമിൽ വെള്ളിയാഴ്ച ദിവസം ഇവിടെ വന്നിട്ട് അച്ഛനൊന്ന് തിരക്കാണ്. പട്ടത്തച്ഛനെ കണ്ടപ്പോൾ പട്ടത്തച്ഛൻ പെട്ടെന്ന് തന്നെ ഒരു കാർഡ് എടുത്ത് തന്നു, ദിവ്യ വൈദ്യനാവശ്യമായി യേശു നിന്നിൽ വന്നു കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങളന്ന് വൈകുന്നേരം പോയിട്ട് പിറ്റേ ദിവസം രാവിലെ അഡ്മിറ്റ് ആകാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ വൈഫ് ഒരു വചനം എടുത്തു. അതിലിങ്ങനെ നിന്റെ കൂടെ വന്ന് ഞാൻ ആശ്വസിപ്പിക്കുകയും നിന്റെ സങ്കടം, ആ ഒരു വചനം വരുന്നു. അതുകൊണ്ട് അവിടെ ചെന്ന വശം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയാണ്. അപ്പം ഡോക്ടർമാർ എന്നോട് ചീത്ത പറയാ, ഒരു ദിവസം കൂടെ വൈകി കഴിഞ്ഞാൽ ഗർഭപാത്രം പൊട്ടിപ്പോകുമായിരുന്നെന്ന്. അങ്ങനെ ഒരു ആപത്തും കൂടാണ്ട് ദൈവത്തിന് സാധിക്കാത്ത ഒന്നുമില്ലെന്ന് എനിക്ക് അന്ന് ഇന്നും മനസ്സിലാകും. കാരണം ഒരു ആപത്തും കൂടാണ്ട് ഞങ്ങളെ ഇവിടെ 2 പെൺകുട്ടിയെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. അവളേക്കും ഒരു കുഴപ്പവും കൂടാണ്ട് ദൈവം കാത്തു പരിപാലിച്ചു. യേശുവെ നന്ദി, യേശുവെ. ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് കേട്ടത്. വിനോദിന്റെയും ബിന്ദുവിന്റെയും പ്രിയപ്പെട്ട കുഞ്ഞ് 22 ദിവസമായിട്ടുള്ളൂ. സാക്ഷ്യം പറയാനായിട്ടുള്ള അതിരറ്റ ദാഹവുമായിട്ട് വന്നിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കാത്തു പരിപാലിക്കുന്നു. മരണം മുന്നിൽ കണ്ടിട്ടും വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സംസാരിച്ചു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, നിന്റെ കണ്ണുനീർ തുടച്ച് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഈ വചനത്തിന്റെ സന്ദേശം അവിടെ ചെന്ന് ഓപ്പറേഷൻ തിയേറ്റർ ചെയ്യുമ്പോൾ ഡോക്ടറുടെ വാർത്ത നമ്മൾ കേട്ടില്ലേ? ഗർഭപാത്രം പൊട്ടിപ്പോകുന്ന ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് പോലും കർത്താവ് കാത്തു സൂക്ഷിച്ച് ഒരു ഓമന പുത്രിയെ നൽകിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് കേട്ടത്. കൈകളടിച്ച് വലിയവനായ ദൈവത്തെ, മരണത്തെ പോലും അതിജീവിക്കാനുള്ള വിശ്വാസത്തെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. സാക്ഷ്യം നൽകുന്നു ആലീസ് ജോർജ്. എന്റെ പേര് ആലീസ് ജോർജ്, വീട് ഒല്ലൂര്. എനിക്ക് 1.5 വർഷം മുൻപ് ബ്ലീഡിംഗ് ഉണ്ടായി. അതിനെ തുടർന്ന് ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി.
ഡോക്ടർ പറഞ്ഞു DNC ഉടനെ കഴിക്കണം, അതിനുശേഷം MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്തപ്പോൾ അവർ പറഞ്ഞു യൂട്രസിൽ ക്യാൻസറാണ്, സ്പ്രെഡായി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ പേടിച്ചു. എൻ്റെ അനിയത്തി ജെറുസലേമിൽ പ്രേക്ഷിതയാണ്. അവൾ എന്നെയും കൊണ്ട് പട്ടണത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിപ്പിച്ചു. അച്ഛൻ എനിക്കൊരു പ്രാർത്ഥന കടലാസ് തന്നു. അങ്ങനത്തെ അതിൽ കഴിവ് വിശദീകരിക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ എണ്ണ എടുത്ത് കുരിശ് വരച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല, അരഞ്ചൊക്കെ പുറത്ത് കിടത്താതെ തടഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായി പോന്നു. ഇപ്പം 2 മാസം മുന്നേ വീണ്ടും എനിക്ക് യൂറിൻ പാസിന്റെ അടുത്ത് ഭയങ്കര വേദനയും പിന്നെ മൂത്രതടസ്സം കുരുക്കളൊക്കെ ഉണ്ടായി. വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു അവിടെ നിന്ന് എടുത്തിട്ട് ബയോപ്സി ടെസ്റ്റിന് അയക്കണം, എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ ദീപദിനോഷം യേശുവിനിൽ വന്ന് നിറയണമേന്ന് ഒരു കടലാസ് തന്നു. അച്ഛൻ തന്നെ കടലാസ് പ്രാർത്ഥന കടലാസിന്റെ അടിയിൽ എഴുതി പൂർണ്ണ സൗഖ്യം അനുകരിക്കുന്ന എഴുതി വെച്ചു. മാതാവിന്റെ എണ്ണ തൊട്ടൊരു 31 പ്രാവശ്യം തെറ്റി കുരിശരിച്ച് പ്രാർത്ഥിച്ചെല്ലാം പറഞ്ഞു. ബയോപ്സി ടെസ്റ്റിന് അയച്ചപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. 2 പ്രാവശ്യവും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവാലയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുക. ആലിസ് ജോർജ് തകർന്നാണ് വരുന്നത്. 1 പ്രാവശ്യത്തെ കഴിഞ്ഞു, 2ാം പ്രാവശ്യം വന്നപ്പോഴേക്കും ആകെ തളർന്നു വരുന്നവർക്ക് അത്താണിയാണ് ഈശോ എന്ന് വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ദിവ്യവൈദ്യനും ഔഷധമായ യേശു ഇന്ന് ഈ കൂടാരത്തിൽ സജീവനായി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതൽ സൗഖ്യം പ്രാപിച്ച ക്യാൻസർ രോഗികളാണ്. വിശുദ്ധ അഗാത്ത പുണ്യവതിയാണ് ക്യാൻസർ രോഗത്തിന്റെ പ്രത്യേകമായ മധ്യസ്ഥ. നേരത്തെ എഴുന്നേറ്റ് നിന്ന ക്യാൻസർ രോഗികൾ വിശുദ്ധ കുർബാന ആരാധന കഴിയുമ്പോൾ മരിയൻ മണ്ഡപത്തിൽ വിശുദ്ധ അഗാത്തയുടെ തിരുശേഷിപ്പുണ്ട്. അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു പോകാനായിട്ട് ഈ സമയം കർത്താവിനോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നൽകിയ 2 സൗഖ്യം, അത്ഭുതകരമായി വിടുതൽ നൽകിയ ആ നല്ല ദൈവത്തെ ഓർത്തുകൊണ്ട് ക്യാൻസർ രോഗത്തിന്റെ ഒരു സെല്ല് പോലും ഇല്ലാത്ത വിധത്തിൽ പൂർണ്ണമായി സൗഖ്യം നൽകി ഓർത്ത് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച നല്ല ദൈവത്തെ സാക്ഷി നൽകുന്നു ദിവ്യ. എന്റെ പേര് ദിവ്യ. ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 3 വർഷത്തോളമായിട്ട് അവൾക്ക് അലർജി രോഗവും കരപ്പന്റെ അസുഖവുമായിരുന്നു. മേല് പൊട്ടി ഒലിച്ച് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര വാശി, ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു, പഠിക്കാൻ പറ്റണില്ല. ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ രോഗശാന്തി പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 3 മാസം തുടർച്ചയായിട്ട് രോഗശാന്തി പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചു. ഇപ്പൊ എന്റെ മകൾക്കൊരു മരുന്നും കഴിക്കുന്നില്ല, എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് സുഖമായിട്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശരീരം മുഴുവൻ ത്വക്ക് സംബന്ധമായ രോഗമായി ദിവ്യ മോളാണ് ഇവിടെ നിൽക്കുന്നത്. രാവിലെ എല്ലാ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ജപമാലയുടെ ആരംഭിച്ച് സൗഖ്യതരമായി ശുശ്രൂഷ സമാപിക്കുന്ന 3 മാസക്കാലം തുടർച്ചയായിരിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ കുഞ്ഞിനെയും കൂട്ടി ചിലപ്പോൾ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹീതമായ കുടുംബമാണ്. പലപ്പോഴൊക്കെ ദൈവത്തെ കൂടുതൽ വിളിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം കൂടുതൽ അവസരമായി തോന്നുന്നതാണ്. 3 മാസം തുടർച്ചയായി വന്നതിന് ശേഷം ദിവ്യമോളുടെ ശരീരത്തിലെ ത്വക്ക് സംബന്ധമായ അലർജി സംബന്ധമായ ഐറിന്റെ എല്ലാ വിധത്തിലുള്ള സൗഖ്യവും കർത്താവ് നൽകിയതിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് കേട്ടത്. കുഞ്ഞിന്റെ പേരാണ് ഐറിൻ, അമ്മയുടെ പേരാണ് ദിവ്യ. നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. കുഷ്ഠരോഗികളെ പോലും സുഖപ്പെടുത്താൻ കഴിവുള്ള കർത്താവിന് ഈ ത്വക്ക് സംബന്ധമായ രോഗം സുഖപ്പെടുത്താൻ എത്രയോ നിസ്സാരമാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാ ത്വക്ക് രോഗികളും അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറയും. സാക്ഷി നൽകുന്നു ഐസൽ. എൻ്റെ പേര് റൂബി. ഞാൻ തലൂർ ഇടവകയാണ്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ടും മക്കളില്ലായിരുന്നു. അതിനിടയിൽ 2-3 പ്രാവശ്യം അബോർഷനായി. ഇവിടെ വന്ന് ജെറുസലേം ധ്യാന മന്ദിരത്തിൻ്റെ ആരംഭം മുതൽ ഞങ്ങളോട് വന്ന് പ്രാർത്ഥിക്കാറുള്ള കുടുംബമാണ്.
എല്ലാവരും സ്ഥിരം അപ്പസ്തോലന്മാരായിരുന്നു. ഇവിടെ വന്ന് പട്ടത്തച്ഛനോടും കാനാട്ടച്ഛനോടും ഒക്കെ പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. വിശുദ്ധ ചാവറയച്ചൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായി ചോദിച്ചിരുന്നു. അതിൻ്റെയൊക്കെ എല്ലാം ഫലമായി എല്ലാവരുടെ അനുഗ്രഹമായി ഇവിടെ പട്ടത്തച്ഛൻ്റെയും പ്രത്യേകം ടീമംഗങ്ങൾക്കും നന്ദി പറയുന്നു. സർവോപരി യേശുവിനും നന്ദി പറയുന്നു. 11 വർഷക്കാലമായി കുഞ്ഞുങ്ങളില്ലാത്ത വേദനയുമായി ചാവറ സ്മൃതി മണ്ഡപത്തിലും അച്ഛമ്മയുടെ അടുത്തും ഈ ധ്യാന മന്ദിരത്തിൽ ഒക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്നേഹ കുടുംബമാണ് റൂബിയുടേത്. പ്രത്യേകിച്ച് ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥന നടക്കുന്ന ബൈബിൾ ഗ്രാമിലെ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ പ്രത്യേകമായ സ്നേഹവാത്സല്യം കൊണ്ടാണ്. ഇന്നിതാ ഇവിടെ പ്രത്യേകമായി എയ്സൽ എന്ന് പറയുന്ന നല്ലൊരു കുഞ്ഞിനെ, ഒരു ഓമന കുഞ്ഞിനെ ദൈവം സമ്മാനമായി നൽകി. ഇന്ന് തന്നെ ഒരു പോകണം. ഞാൻ പറഞ്ഞത് പറയണം, 11 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് എയ്സൽ. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കാലത്തിൽ ഈ ലോകത്തിൽ. സാക്ഷ്യം നൽകുന്നു ആൽവിൻ. ശ്രദ്ധിക്കുക ആൽവിന്റെ അത്ഭുത സാക്ഷ്യം. ഞാൻ എൻ്റെ കുഞ്ഞുമോന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ ജെറുസലനാഥന്റെ അടുത്തേക്ക് വന്നത്. ഈ മകനെ പ്രസവിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ടെസ്റ്റ് അവിടുത്തെ കുട്ടികളുടെ ഡോക്ടറെ പരിശോധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പരിശോധിച്ചപ്പോൾ ഒരു മണി അവനില്ല. അങ്ങനെ ഞാൻ ഇവനും കൊണ്ട് കരഞ്ഞ് സ്കാൻ കഴിക്കാൻ പോയി. സ്കാൻ കഴിച്ചപ്പോൾ പറഞ്ഞു ഒരു മണി കാണാനൊന്നുമില്ല, ചേച്ചിയെ വിഷമിക്കൊന്നും വേണ്ടാട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോള് കരയില്ല, നമുക്ക് ജെറുസലനാഥനോട് പ്രാർത്ഥിക്കാം, അവിടുന്ന് അനുഗ്രഹം നമുക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 35 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടീനും കൊണ്ട് ഞാൻ ജെറുസലനാഥന്റെ അടുക്ക് വന്നു. അങ്ങനെ ഞാൻ പട്ടത്തച്ഛനെ കാണാൻ എനിക്ക് സാധിച്ചു. അച്ഛനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, അച്ഛാ ഈ കുട്ടിക്ക് ഒരു മണിയില്ല അച്ഛാ എന്ന് പറഞ്ഞു. മകളെ നീ വിഷമിക്കണ്ട, ഞാൻ മകന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നിട്ട് അവന്റെ ചെവിട്ടില് അച്ഛൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇവിടെ ശനിയാഴ്ച രോഗശാന്തി കുട്ടികൾക്കുള്ള പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് മകനെ കൊണ്ടുപോയോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ നീ കൂടി വന്ന പ്രസവിച്ചിട്ട് 35 ദിവസം ഉള്ളെങ്കിലും എനിക്കൊന്നും സംഭവിക്കില്ല, നീ അമ്മേരെ കൂടെ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ തൊട്ടിൽ ഈ മകനെ കിടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകളെയും കൊണ്ടുവന്ന് എൻ്റെ കൊച്ചുമോനും കൊണ്ടുവന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. അമ്മ തൊട്ടിൽ കിടത്തി. കുട്ടിക്ക് 10 മാസമായി. അങ്ങനെ ഞാനൊരു ഡോക്ടറത്തേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ മോനൊരു മണിയില്ലാത്തൊരു കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. ചേച്ചിയും വിഷമിക്കണ്ട, മകന് ഒരു മണി വന്നിട്ടുണ്ട്, നഷ്ടപ്പെട്ട മണി അവിടെ തിരിച്ച് വന്നിട്ടുണ്ട് എന്ന്. വീണ്ടും ഞാനൊരു ഡോക്ടറത്തേക്ക് പോയി. എനിക്ക് എന്താന്ന് എൻ്റെ സംശയമാണ് ഡോക്ടറുടെ ആണോ എന്ന് അറിയില്ല. വീണ്ടും പോയി ഡോക്ടറത്ത് പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, മകന്റെ മണിയും വന്നിട്ടുണ്ട്, ഒരു സ്കാനൊന്നും വേണ്ട, അവിടെ എന്തോ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമർപ്പണത്തൊട്ടിൽ ശുശ്രൂഷ ദൈവം തന്ന ശുശ്രൂഷയാണ്. ഒരു പ്രാവശ്യം കിഡ്നി രോഗി, 2 കിഡ്നിയും പോയ രോഗി ആ സമർപ്പണത്തൊട്ടിൽ കിടത്തിയതിന്റെ ഫലമായി അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച് ഇന്നും അവൻ പഠിക്കുന്ന മിടുക്കനായി തീരാണ്. ഇത് ആൽവിൻ. പലപ്പോഴും ഇങ്ങനത്തെയുള്ള രഹസ്യ രോഗ സ്വഭാവമുള്ള അധികം പറയാറില്ല. കുഞ്ഞിന് ഒരു മണി ഇല്ലാത്തതിന്റെ വേദന നമുക്കറിയാം, അമ്മമാർക്കറിയാം. ശരീര അവയവങ്ങൾ ഇല്ലാതെ വരിക, മറ്റേതെങ്കിലും വൈകല്യം ഉണ്ടാകുമ്പോൾ സങ്കടം. ഇന്നിതാ ആൽവിൻ മോൻ അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ കരഞ്ഞ് കണ്ണുനീർ കടലായിട്ട് കടന്നു വന്ന കുടുംബത്തെ മുഴുവൻ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ, ഒരു പ്രത്യേകമായ മരുന്നുകൾ ചികിത്സയില്ലാതെ സമർപ്പണത്തൊട്ടിൽ ശുശ്രൂഷ കിടത്തി എന്നതിന്റെ ഫലമായിട്ട് ഇന്ന് ആ മകൻ പൂർണ്ണമായ ശരീര അവയവങ്ങൾ വെച്ചുകൊടുത്ത കർത്താവിനെയാണ് ഞാനിവിടെ കാണുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ.
അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ, കാലത്തെ ഈ ലോകത്തെ.